ഹലോ. അപ്പം ഞാൻ എന്നും താമസിച്ചാട്ടോ ഇറങ്ങിയത്. ബസ് എനിക്ക് ലേറ്റായിട്ടാണ് കിട്ടിയത്. എന്നും ഉള്ള സ്വഭാവമാണ് താമസിച്ചിറങ്ങും. ഒരിക്കലും 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയേല. അപ്പോൾ ഇന്ന് നമുക്ക് മത്തി ഉണ്ടായിരുന്നു. വൈകിട്ടത്തേക്കാട്ടോ മത്തി. നല്ല നാടൻ മത്തിയായിരുന്നു. വലിയതായിരുന്നു. അത് കാരണം 1 കിലോ വാങ്ങിച്ചു. 240 അങ്ങനെ എങ്ങാണ്ടായിരുന്നു വില. അപ്പം മമ്മിയുടെ മത്തിക്കറി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണ്. ചുമ്മാ അതിൻ്റെ ചാറ് കൂട്ടാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ മസാലയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നമ്മുടെ മഞ്ഞൾ, മുളക്, പിന്നെ ഉലുവ അതൊക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു മസാല കൂട്ടുണ്ടാക്കിയിട്ട് അത് എണ്ണയിലോട്ട് ഇട്ട് ഒന്ന് നല്ലപോലെ ഇരുന്ന് വാട്ടിയെടുക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. മത്തിയിലോട്ട് പുരട്ടി വെച്ചു. എന്നിട്ട് തേങ്ങാപ്പാൽ ഒത്തിരിയില്ല, തേങ്ങാപ്പാലെടുത്ത് അതും ഇതിനകത്തോട്ട് തന്നെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ആ ചട്ടിയോടെ വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ വൈകിട്ട് കുറച്ച് പരിപ്പ് ചാറ് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ വെച്ചതായിരുന്നു. പിന്നെ നമുക്ക് കപ്പ ഉണ്ടായിരുന്നു ഇവിടെ, കണ്ടത്തിലെ കപ്പയാണ്. അപ്പോൾ അത് എടുത്തു. എന്നിട്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കൊച്ചിന് വേണ്ടിയിട്ടാണ്. കൊച്ചിന് വൈകുന്നേരം ഒരു മുട്ട എന്നും കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ച് പാലൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു. എന്നിട്ട് ഇച്ചിരി ഉള്ളി എടുത്തു. എന്നിട്ട് ഒരു മുട്ടയും എടുത്തു, ഉപ്പും കുരുമുളകും അത് മാത്രം ഇട്ട് ചിക്കി എടുക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റി, ഇച്ചിരി മൂത്ത് പോയി ഉള്ളിയൊക്കെ. പക്ഷേ എന്നാലും ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്. അങ്ങനെ അത് ചെയ്തു. എന്നിട്ട് ഇത് അവൾക്ക് വേണ്ടിയിട്ടെടുത്തു. 2 മുട്ട എടുത്ത്, എനിക്ക് ഒരെണ്ണം അവൾക്കും ഒരെണ്ണം. പിന്നെ വൈകിട്ടത്തേക്ക് ഇച്ചിരി മത്തി ഫ്രൈയും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കപ്പയും കഴിക്കുന്നു, അതിൻ്റെ കൂടെ മത്തിക്കറി, പിന്നെ നല്ല സൂപ്പർ മത്തി ഫ്രൈയും. അപ്പം